അള്ളാഹുവിൻ്റെ ഏറ്റവും അപാരമായ അനുഗ്രഹമാണ് ഹിജ്റ 1446 ഒരു റമദാനിൽ വീണ്ടും 1-2 വെള്ളിയാഴ്ചകൾ കഴിഞ്ഞ് മൂന്നാമത്തെ വെള്ളിയാഴ്ച ഈ റമദാനിൽ സംഗമിക്കാൻ നമുക്ക് അനുഗ്രഹമുണ്ടായത്. ഇൻഷാ അള്ളാഹ് റമദാനിൽ ഒരു വെള്ളിയാഴ്ച കൂടി ബാക്കിയുണ്ട്. ആ വെള്ളിയാഴ്ച കൂടി സാക്ഷിയാവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ എന്ന് പറയുന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാസമാണ്. നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കി എന്ന് പറയുമ്പോൾ ഞാൻ ആ ആയത്ത് ഈ മിമ്പറിൽ വെച്ച് വീണ്ടും ഓതാൻ ഒരു കാരണമുണ്ട്. അതെന്താണെന്നറിയോ? ആ ആയത്തിൻ്റെ അവസാനത്തെ 2 വാക്കുകളാണ് ലഅല്ലക്കും തത്തഖൂൻ എന്ന പദം. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അത് തന്നെയാണ്, തഖ്വ. അല്ലാതെ ഈ റമദാനിൽ ഈ ആയത്ത് ഈ മിമ്പറിൽ നിന്ന് ഓതിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും ഓതിയിട്ടുണ്ടാവും. പക്ഷേ എങ്കിൽ കൂടി അടിവരയിട്ടുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു, ലഅല്ലക്കും തത്തഖൂൻ, തെക്കുവയുള്ളവരാകാൻ വേണ്ടി. ജീവിതത്തിൽ തെക്കുവ എന്നുള്ളത് എല്ലാ ആരാധനാ കർമ്മങ്ങളിലൂടെയും നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. അതോടൊപ്പം നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നുണ്ടോ, നിങ്ങളിൽ തെക്കുവയുണ്ടാകണം എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഇനി നോമ്പിനെ കുറിച്ചുള്ള ഹദീത്തിലും അത് പറയുന്നുണ്ട്. തെക്കുവ എന്നുള്ള പദമല്ലെങ്കിലും മറ്റൊരു പദത്തിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഈമാനൻ വഹ്തിസാബ, ഈമാനോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഒരാൾ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അതാണ് തഖ്വ. ഈമാൻ വേണം, വിശ്വാസമുണ്ടായിരിക്കണം, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിക്കണം. അങ്ങനെ നോമ്പ് അനുഷ്ഠിച്ചാൽ അവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല, നമ്മൾ രാത്രി തറാവി നിസ്കരിക്കുന്നു. ആ സമയത്തെ ഹദീത്തിനെ കുറിച്ചും റസൂലുള്ളാഹി പറഞ്ഞത്, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. വെറുതെ നമ്മൾ പള്ളിയിൽ വന്നില്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതിയല്ല വരുന്നത്, മറിച്ച് ഈമാൻ ഉണ്ടായിട്ട് പള്ളിയിൽ വരുന്നതാണ്. അതോടൊപ്പം അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പള്ളിയിൽ വരുന്നതാണ്. അങ്ങനെ ഒരാൾ ഖിയാമുൽ ലൈൽ നിർവഹിച്ചാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഇത് വിശുദ്ധ മാസമാണ്. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത്, അതാക്കും റമളാൻ ഷഹ്റുൻ മുബാറക്, ബർക്കത്തുള്ള മാസം, അത് നിങ്ങൾക്ക് വരവായി എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത്. ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമ, ഈ മാസം നോമ്പുണ്ട്. തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, ആകാശത്തിൻ്റെ വാതിലുകൾ ഈ റമളാൻ മാസത്തിൽ തുറക്കപ്പെടുന്നുണ്ട്. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടുന്നുണ്ട്. വതുഗല്ലു ഫീഹി മറദ്ദതു ശയാതീൻ, പിശാചിനെ ചങ്ങലക്കിടപ്പെടുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല, ഇനി വരാനുള്ള 10 ദിവസത്തെക്കുറിച്ച് റസൂല് പറഞ്ഞു, ലില്ലാഹി ഫീഹി ലൈലത്തു ഖൈറിൻ മിൻ അൽഫി ഷഹർ. ലില്ലാഹി ഫീ, ഈ ഒരു മാസത്തിൽ നമുക്ക് കാണാം ഒരു രാത്രിയുണ്ട്. ആ രാത്രി 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. ഇനി പറയുന്ന വാചകം ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. മൻ ഹുരിമ ഖൈറുഹാ ഫഖദ് ഹുരിമ, ഒരാൾക്ക് ആ മാസത്തിലെ നന്മ, ഈ രാത്രിയിലെ നന്മ ഒരാൾക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് നഷ്ടപ്പെട്ടത് തന്നെ, പിന്നെ അത് കിട്ടാൻ പോകുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പം ഈ മാസത്തിൽ ഒരു രാത്രിയുണ്ട്. ആ രാത്രിയുടെ പുണ്യം നമുക്ക് നഷ്ടപ്പെട്ടാൽ, നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ പിന്നെ അത് നമുക്ക് ലഭ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇനി ഈ കർമ്മങ്ങൾക്കും നോമ്പിനും നിസ്കാരത്തിനും എല്ലാ കർമ്മങ്ങൾക്കും ആരാണ് നമുക്ക് റോൾ മോഡൽ? ആരാണ് എക്സാമ്പിൾ?
അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. കാന റസൂലുള്ളാഹി യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരി. ഒരു മാസത്തിലും ചെയ്യാത്ത അത്രത്തോളം കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ പരിശ്രമം, കൂടുതൽ ശ്രമം റസൂലുള്ളാഹി ഈ മാസത്തിൽ അവസാനത്തെ 10 ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ ദഅലൽ അശ്ർ, മൂന്നാമത്തെ 10 കടന്നാൽ ശദ്ദ മിഅ്സറ, റസൂൽ അരമുറുക്കി കൊടുക്കും. വഅഹ്യാ ലൈല, റസൂല് രാത്രി സമയങ്ങളിൽ എന്താണ് ജീവിപ്പിക്കും. വഅയ്ഖള അഹ്ല, തൻ്റെ കുടുംബങ്ങളെയെല്ലാം ഉണർത്തും. മൂന്നാമത്തെ 10 റമളാനിൻ്റെ അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമെന്ന് ഹദീത്തിൽ നിന്നും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇനി എന്താണ് റസൂൽ ചെയ്യുക? അതാണ് നമ്മൾക്കറിയേണ്ടത്. റസൂൽ എന്താണ് ചെയ്തിരുന്നത്? റമളാനിൽ അവസാനത്തെ 10 അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ എന്താണ്? യകുൻ വഅമ്മാ മുദാറസതഹു ലിൽ ഖുർആൻ ഫലം യകുൻ അഹദുൻ യജ്തഹിദു ഇജ്തിഹാദ വകാന ജിബ്രീലു യൽഖാഉ ഫയുദാരിസുൽ ഖുർആൻ ഫി റമളാൻ ലിഅന്നഹു ശഹ്റുൽ ഖുർആൻ. ജിബ്രീലാണ് റമളാൻ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ പഠിപ്പിക്കാൻ വരിക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ജിബ്രീൽ റമളാൻ മാസത്തിൽ പ്രത്യേകമായി ഖുർആൻ പഠിപ്പിക്കാൻ റസൂലിൻ്റെ അടുത്ത് വരുമെന്ന് ഹദീത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം റസൂലിൻ്റെ ഒരു കാര്യം, ഒരു ചര്യ എന്ന് പറയുന്നത് ഖുർആനാണ്. ഖുർആനുമായുള്ള റസൂലിൻ്റെ ജീവിതമാണ്. ഇനി രണ്ടാമത്തത് എന്താ? ധർമ്മമാണ്. അമ്മാ ജൂദുഹു വകറമുഹു ഫി റമളാൻ ഫലാ യൂസഫ് ഫഖദ് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരീഹിൽ മുർസല. അടിച്ചു വീശുന്ന കാറ്റ് പോലെ, അല്ലെങ്കിൽ ശക്തമായി അടിക്കുന്ന കാറ്റ് പോലെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ധർമ്മം അഥവാ സദക്ക കൊണ്ട് റമളാൻ മാസത്തിലെ റസൂലിൻ്റെ സ്വഭാവമെന്ന് ഹദീത്തുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. കാന റസൂലുള്ളാഹി അജ്വദൻ നാസ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്നു എന്ന് ഹദീത്തുകളിൽ നിന്ന് വ്യക്തമായി കാണാൻ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഇനി റസൂലിൻ്റെ മറ്റൊരു ചര്യ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകാന നബിയു യുഫ്തിറു ഫൗറ ഗുറൂബി ശംസി വലാ യുഅഖിറുൽ ഇഫ്താർ. റസൂലുള്ളാഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ, മഗ്രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കും. ഇത് റസൂലിൻ്റെ ഒരു ശൈലിയാണ്. വകാന യൂസി ബിസ്സുഹൂർ വയുഅഖിറുഹു ഇലാ ആഖിരി ജുസ്ഇൻ മിനൽ ലൈൽ ഖബ്ല അൽ ഫജ്രി ബിഖലീൽ. അതുപോലെ ഫജ്റിന് തൊട്ട് മുമ്പായി റസൂൽ അത്തായം കഴിക്കും. കുറേ നേരത്തെയല്ല, ഫജ്റിൻ്റെ രാത്രിയുടെ അവസാനത്തെ ഭാഗം, ഫജ്റിന് തൊട്ട് മുമ്പായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തായം കഴിക്കുമായിരുന്നു. ഇനി എന്താണ് റസൂൽ കഴിച്ചിരുന്നത്? അതറിയണ്ടേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിൻ്റെ റമളാൻ മാസത്തെ ഫുഡ് സ്റ്റൈൽ എങ്ങനെയാണ്? അത് ഹദീത്തിൽ നിന്ന് കാണാൻ കഴിയുന്നതാണ്. അനസ് റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തിറു അലാ റുതബാത് ഖബ്ല അൻ യുസല്ലി. നിസ്കരിക്കുന്നതിന് മുമ്പ്, മഗ്രിബ് നിസ്കരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം കൊണ്ട് റസൂലുള്ള റുതബാത്ത് എന്ന് പറഞ്ഞ ഫ്രഷ് ഡേറ്റ്സ്, അതാണ്, അതുകൊണ്ട് നോമ്പ് തുറക്കുമായിരുന്നു. ഫഇല്ലം തകുൻ റുതബാത്ത് ഫഅലാ തംറാത്ത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുതബാത്ത് ലഭിച്ചില്ല, അപ്പോൾ റസൂൽ തംറുകളെ കൊണ്ട് നോമ്പ് തുറക്കും. എന്താ തംറും റുതബും തമ്മിലുള്ള വ്യത്യാസം? ഫ്രഷ് ആയിട്ടുള്ള എന്താണ് ഈത്തപ്പഴത്തിനാണ് റുതബ് എന്ന് പറയുക. എന്നാൽ നല്ല പഴുത്ത അല്ലെങ്കിൽ ഉണങ്ങിയ നന്നായി മൂത്ത് വന്ന അത്തരത്തിലുള്ള ഈത്തപ്പഴത്തിനാണ് തംറ് എന്ന് പറയുക. ഇനി ഇത് രണ്ടും ലഭിച്ചില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസവാതിൻ മിൻ മാ, വെള്ളം കുടിക്കുമായിരുന്നു. 3 മുറുക്ക് വെള്ളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കുമായിരുന്നു എന്ന് ഹദീത്തുകളിൽ കാണാവുന്നതാണ്. അപ്പോൾ റസൂലിൻ്റെ ഒരു സ്റ്റൈൽ മനസ്സിലായി.
എങ്ങനെയാണ് റസൂൽ നോമ്പ് തുറന്നിരുന്നത് എന്ന് മനസ്സിലായി. ഇനി എത്രയാണ് റസൂൽ കഴിച്ചിരുന്നത് അതും ഹദീസുകളിൽ കാണാവുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ അവൻ്റെ ഒരു പാത്രം, ആ പാത്രം നിറച്ചിട്ടില്ല, മോശമായ ഒരു പാത്രവും നിറച്ചിട്ടില്ല, അവൻ്റെ വയറിനേക്കാൾ വലിയ മോശമായ പാത്രം ഒരു മനുഷ്യനില്ല. അഥവാ നമ്മുടെ വയറ് നിറയ്ക്കുകയാണെങ്കിൽ അത് മോശമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം എത്രയാണ് ഒരു മനുഷ്യന് ഭക്ഷിക്കാൻ പറ്റുക? അവൻ്റെ ബാക്ക് ബോൺ നേരെ നിൽക്കാൻ പറ്റിയ എത്ര ഭക്ഷണമാണോ വേണ്ടത്, ഒന്ന് നിവർന്ന് നിൽക്കാൻ എത്ര ഭക്ഷണം വേണം, അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിരുന്നത്. ഇനി നമുക്ക് വീണ്ടും ഭക്ഷണത്തോട് താല്പര്യമുണ്ടോ? റസൂലിന്റെ ഒരു അധ്യാപനം, ഫഇൻ കാന ലാ മഹാല ഫതുലുത്തുൽ ലിത്ആമി, മൂന്നിലൊന്ന് ഭക്ഷണത്തിന്, വതുലുത്തുൽ ലിശറാബി, മൂന്നിലൊന്ന് ഡ്രിങ്ക്സിന് വെള്ളം കുടിക്കാൻ നമുക്ക് ഉപയോഗപ്പെടുത്താം, വതുലുത്തുൽ ലിനഫസി, മൂന്നിലൊന്ന് നമ്മുടെ ശ്വാസത്തിന് നമുക്ക് ആവശ്യമാണ്. ശ്വാസം കഴിക്കാൻ മൂന്നിലൊന്ന് ആവശ്യമാണെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. വഖാല ബഅ്ദു സലഫ്, ചില സലഫുകളിൽപ്പെട്ട ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ജമഅ അല്ലാഹു അത്തിബ്ബ കുല്ല ഫീ നിസ്ഫി ആയ, അല്ലാഹു ഒരു ചെറിയ ആയത്തിൽ ഫുൾ സയൻസിനെ അല്ലാഹു എന്താണ്, അല്ലെങ്കിൽ സയൻസിനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാസ്ത്രം, വെറും സയൻസ് അല്ല, മെഡിക്കൽ സയൻസിനെ പൂർണ്ണമായും ഉൾക്കൊണ്ട ഒരു ചെറിയ ആയത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഏതാണ് ആ ചെറിയ ആയത്ത്? ഇങ്ങനെയാണ്, സൂറത്തുൽ അഅറാഫിലെ 31-ാമത്തെ വചനം, വകുലു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, വലാ തുസ്രിഫു, നിങ്ങൾ അമിതമായി ഇത് രണ്ടും ചെയ്യരുത്. ഇത് വൈദ്യശാസ്ത്രത്തിൻ്റെ, മെഡിക്കൽ സയൻസിൻ്റെ പൂർണ്ണമായ രത്നചുരുക്കമാണ് എന്ന് പണ്ഡിതന്മാർ ഈ ഒരു ചെറിയ ആയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഈ രീതിയിൽ ഒരാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പിന്നെ അദ്ദേഹം രോഗിയാവാൻ ചാൻസ് കുറവാണ്. അഥവാ മൂന്നിലൊന്ന് ഭക്ഷണം, മൂന്നിലൊന്ന് വെള്ളം, മൂന്നിലൊന്ന് നമുക്ക് ശ്വാസോച്ഛ്വാസം, അതിന് വേണ്ടി നമ്മുടെ ശരീരത്തെ എന്നും ആ രീതിയിൽ പാകപ്പെടുത്തുകയാണെങ്കിൽ രോഗം വരാൻ സാധ്യത കുറവാണ് എന്ന് വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെ സമ്പൂർണത ഉൾക്കൊള്ളുന്ന ആയത്താണ് വകുലു വഷ്റബു വലാ തുസ്രിഫു, ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, പക്ഷേ എന്ത് പാടില്ല, നിങ്ങൾ ആർഭാടം കാണിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമുക്ക് റമദാനിൽ നമ്മൾ പല ആളുകളും വരവേൽക്കാറുണ്ട്. ചില ആളുകൾ എങ്ങനെയാണ് റമദാനിനെ വരവേൽക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫുഡുകൾ വാങ്ങി റമദാനിനെ വരവേൽക്കുന്ന ആളുണ്ട്. ഒരു മാസത്തേക്കുള്ള മുഴുവൻ ഭക്ഷണ പദാർത്ഥങ്ങളും സ്റ്റോക്ക് ചെയ്യും. അങ്ങനെ റമദാനിനെ വരവേൽക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ സ്ത്രീകളാണെങ്കിലോ ളുഹ്ർ മുതൽ മഗ്രിബ് വരെ ഫുഡ് പ്രിപ്പറേഷൻ, ഭക്ഷണം ഉണ്ടാക്കുന്നതിലാണ് നമ്മുടെ സ്ത്രീകൾ. മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ ഭക്ഷണം ഉണ്ടാക്കുകയാണ് നമ്മുടെ നാടുകളിലൊക്കെ അവസ്ഥ എന്ന് പറയുന്നത്, സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് ഒരു ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്? ഫുഡിനോടുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? റസൂല് എന്താണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്? റസൂലിൻ്റെ സ്വഭാവം എന്താണ്? അത് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. റസൂലിൻ്റെ സ്വഭാവം ആയിഷ ബീവിയോട് ഒരിക്കൽ ചോദിച്ചു, റസൂലിൻ്റെ സ്വഭാവം എന്താണ്? അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, റസൂലിൻ്റെ സ്വഭാവം ഖുർആനാണെന്ന് പറഞ്ഞു. ആ ഖുർആൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, തിന്നാം, അതുപോലെ തന്നെ കുടിക്കാം, പക്ഷേ അമിതമായാൽ അത് ബുദ്ധിമുട്ടാണ്. ഖാല തആല യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, സത്യവിശ്വാസികളെ അല്ലെങ്കിൽ മനുഷ്യ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത്, നിങ്ങൾ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ഭംഗിയുള്ളവരായി പള്ളിയിലേക്ക് പോകണം, നല്ല രീതിയിൽ പള്ളിയിലേക്ക് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ നിസ്കരിക്കാൻ ചെല്ലണം. വകുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, നിങ്ങൾ ഭക്ഷണം കഴിക്കണം,
കുടിക്കണം, പക്ഷേ ഒരിക്കലും തന്നെ നിങ്ങൾ അമിതമായി ഇതൊന്നും സേവിക്കരുത്. അങ്ങനെയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ ഒരു ഹദീത്ത് പറഞ്ഞു. ആ ഹദീത്തിലുള്ളത് പിശാചിനെ ചങ്ങലക്കിടുമെന്നുള്ളതാണ്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, യാ അയ്യുഹൽ നാസ് കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ ഭൂമിയിലുള്ള നല്ലത് ഭക്ഷിക്കുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിനെ നിങ്ങൾ ഫോളോ ചെയ്യരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്. അപ്പം നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പിശാച് നമ്മുടെ സുഹൃത്തായി മാറുമെന്ന് അടുത്ത ആയത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇന്നൽ മുബദ്ദിരീൻ കാനു ഇഖ്വാന ശയാത്തീൻ, ധൂർത്തടിക്കുന്ന ആളുകൾ അവർ പിശാചിൻ്റെ ബ്രദേഴ്സാണ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണ്. വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ, പിശാചി എന്ന് പറയുന്നത് തൻ്റെ രക്ഷിതാവിനോട് അള്ളാഹുവിനോട് നന്ദി കെട്ടവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ കാലികമായി ആലോചിക്കേണ്ട 1-2 വിഷയങ്ങളുണ്ട്. ഒന്നാമതായി, നിങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞു, ഇക്കഴിഞ്ഞ റമദാൻ 17 കേരളത്തിൽ വലിയൊരു സിറ്റിയിൽ വലിയൊരു സംഭവം നടന്നു. എന്താണത്? റമദാൻ 17 എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് ഒരു വാചകമാണ് പറഞ്ഞിട്ടുള്ളത്, യൗമുൽ ഫുർഖാൻ. യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിവസം. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ബദർ യുദ്ധം നടന്ന ദിവസമാണ്. ലാ ഇലാഹ ഇല്ലല്ലയും അതുപോലെ തന്നെ ശിർക്കും ഏറ്റുമുട്ടിയ ദിവസം, കുഫറും ഏറ്റുമുട്ടിയ ദിവസം. ആ ദിവസത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു യൗമുൽ ഫുർഖാൻ. പക്ഷേ ആ ദിവസം തന്നെ ചില ആളുകൾ 313 ആടുകളെ അറുത്തു. 313 ആടുകളെ അറുത്തു. ഒന്ന് നോക്കൂ, നഊദു ബില്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുയായികൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നോ അവർ യുദ്ധം ചെയ്തിരുന്നത്, അതിനെ അപ്പാടെ മറിക്കുന്ന രീതിയിൽ അവരോട് വിളിച്ച് പ്രാർത്ഥിച്ച് 313 ആടുകളെ അറുത്തുകൊണ്ട് ആളുകളെ നോമ്പ് തുറക്കാൻ ക്ഷണിച്ച ഒരു വിഭാഗം നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ബദർ ദിനത്തെ അവർ കളങ്കപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി മറ്റൊരു വിഭാഗം ഫുഡിനോട് അമിതമായ താല്പര്യം തന്നെയാണ്. അവരെയും നമുക്ക് കാണാതിരുന്നുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാനിലെ എങ്ങനെയാണ് റസൂലിൻ്റെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കി, എങ്ങനെയായിരുന്നു റസൂലിൻ്റെ സ്വഭാവം എന്ന് മനസ്സിലാക്കി. പക്ഷേ മറ്റൊരു വിഭാഗം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവലിൻ്റെ പിന്നാലെയാണ്. സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡിൽ അഭിരമിക്കുന്ന ആളുകൾ. 12 മണി എന്നില്ല, 1 മണി എന്നില്ല, 2 മണി എന്നില്ല, 3 മണി എന്നില്ല, 4 മണി എന്നില്ല, നേരം പുലരുവോളം ഭക്ഷണം അകത്താക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഇത് റമദാനിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടിട്ടുള്ളതാണോ? ഈ ആളുകൾ റെസ്പെക്ട് ദിസ് മന്ത്, ഈ മന്തിനെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വളരെ കൃത്യമായി ആലോചിക്കേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു ഹോണർ ദ സ്പിരിറ്റ് ഓഫ് ദ ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ. ഈ മാസത്തിലെ ഈ ഫാസ്റ്റിംഗ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്നിട്ടുള്ള ഈ നോമ്പ്, അതുപോലെ തന്നെ ആരാധനാ കർമ്മങ്ങൾ, അതിനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്ന നമ്മൾ, പാവപ്പെട്ടവരുടെ വിശപ്പിൻ്റെ കൃത്യമായ വിശപ്പ് എന്ത് എന്ന് പഠിപ്പിക്കുന്നതായ ഒരു മാസം. ഈ മാസത്തിൽ തന്നെ നമ്മൾ ധാരാളമായി ഭക്ഷണം കഴിക്കുക, അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക, അത് ശരിയല്ല. കാരണം റമദാൻ ഈസ് ഫോർ റിഫ്ലക്ഷൻ. റമദാൻ എന്തിനുള്ളതാണ്? അത് ആരാധന ചെയ്യാനുള്ളതാണ്, അള്ളാഹുവിന് സുജൂദ് ചെയ്യാനുള്ളതാണ് റമദാൻ. ഇറ്റ് ഈസ് നോട്ട് ഫോർ സ്ട്രീറ്റ് ഫുഡ് ടെംപ്റ്റേഷൻ. നമ്മൾ മനസ്സിലാക്കണം. ഈ അങ്ങാടികളിൽ ഇങ്ങനെ കൂണിന് കൂടായി പൊങ്ങി വന്നിട്ടുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ തന്നെ ഹോട്ടലുകൾ, അതുപോലെ തന്നെ ഒരുപാട് സ്ട്രീറ്റ് ഷോപ്പുകൾ, ഫുഡ് ഷോപ്പുകൾ, ചെറിയ ഷോപ്പുകൾ, അതിൽ കയറി നമ്മൾ ആർഭാടപൂർവ്വം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് റമദാനിൻ്റെ മഹത്വമല്ല. അത് നമ്മൾ തിരിച്ചറിയണം. കാരണം പരിധി വിട്ടാൽ അവിടെ ഉണ്ടാകാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. കൃത്യമായ ആയത്തിൽ പറയുന്നുണ്ട്,
വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും, നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചോളൂ. പക്ഷേ വിത്ത് എ കണ്ടീഷൻ. അതെന്താ കണ്ടീഷൻ? വലാ തത്ഗൗ ഫീ, നിങ്ങൾ പരിധി വിടരുത്. വലാ തതജാവസു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ പരിധി വിടാൻ പാടില്ല. there are limitations in the religion. മതത്തിൽ എല്ലാ കാര്യത്തിലും ഒരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറം നിങ്ങൾ പോകരുത്. അങ്ങനെ നിങ്ങൾ പരിധി വിടുകയാണെങ്കിൽ ഫയഹില്ല അലൈക്കും ഗളബി. ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നു, വനസല ബിഹി ഇഖാബി, എൻ്റെ കോപം, എൻ്റെ ശിക്ഷ നിങ്ങൾക്ക് നിങ്ങളിൽ ഇറങ്ങിയേക്കാം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. എന്താണ് നമ്മളോട് സൂക്ഷിക്കാൻ? ശിക്ഷ ഇറങ്ങിയേക്കാം, അത് നിങ്ങൾ ഭയപ്പെടണമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ശിക്ഷ ഇറങ്ങുന്ന പക്ഷം ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് ഇങ്ങനെ, വനസല ബിഹി ഇഖാബി ഫഖദ് ഹവ, അവൻ നരകത്തിലേക്ക് ചെന്ന് ചാടുന്നതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ വിശ്വാസികൾക്ക് ഇത് ബദരീങ്ങളുടെ പേരിലായാലും ശരിയല്ല, മതത്തിൻ്റെ പേരിലായാലും ശരിയല്ല. അല്ലാതെ നമ്മളൊരു വെറുതെ അങ്ങാടിയിൽ പോയി ഇങ്ങനെ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന രീതിയാണെങ്കിലും ശരിയല്ല. കാരണം ഫുഡ്, ഹലാലായ ഫുഡ് നമുക്ക് കഴിക്കാം, പക്ഷേ ഒരു പരിധിയുണ്ട്, അതിനൊരു സന്ദർഭമുണ്ട്, അതിനൊരു സാഹചര്യമുണ്ട്, അതിനൊരു അവസ്ഥയുണ്ട്. ആ രീതിയിൽ തന്നെ ഫുഡ് കഴിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ അവസാനമായി എനിക്ക് ഓർമ്മ വരുന്നത് 2 വർഷം മുമ്പ് കണ്ട ഒരു വീഡിയോയാണ്. ആ വീഡിയോയിൽ ഒരു സൗദി പണ്ഡിതനോട് ഒരു ആഫ്രിക്കൻ കുട്ടി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? കരഞ്ഞുകൊണ്ടല്ലാതെ അദ്ദേഹം ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. എന്തായിരുന്നു ചോദ്യം? ഈ ഒരൊറ്റ ചോദ്യം, ഞങ്ങൾക്ക് അത്താഴം കഴിക്കാൻ ഭക്ഷണമില്ല, നോമ്പ് തുറക്കുന്ന ഭക്ഷണം മാത്രമേ ഞങ്ങൾക്കുള്ളൂ, ഞങ്ങളുടെ അത്താഴം സ്വഹീയാകുമോ? ഇതാണ് ചോദ്യം. ഞങ്ങളുടെ അത്താഴം സ്വഹീയാകുമോ, സ്വീകാര്യമാകുമോ? ഞങ്ങൾക്ക് അത്താഴം കഴിക്കാൻ ഭക്ഷണമില്ല, പക്ഷേ നോമ്പ് തുറക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ സുഹൂർ, ഞങ്ങളുടെ അത്താഴം സ്വഹീയാകുമോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയോ? നമുക്ക് പറയാൻ കഴിയോ? ഭക്ഷണം കഴിക്കുന്ന, അത്താഴം കഴിക്കുന്ന നമുക്ക് മറുപടി പറയാൻ കഴിയോ? പിന്നെ ഈ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവലിൽ പോകുന്ന ആളുകൾക്ക് എങ്ങനെ മറുപടി പറയാൻ കഴിയും? അഊദു ബില്ലാഹ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ മാസത്തിൻ്റെ പവിത്രത ഉൾക്കൊണ്ട് ജീവിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക. ആ രീതിയിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസീക്കും ഇബാദല്ലാഹ് വസാനിയം ബി തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമ മാതൃകയുണ്ട്. നമുക്ക് റസൂലാണ് മാതൃക. തറാവി നിസ്കാരമാണെങ്കിലും റസൂലാണ് മാതൃക, ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും റസൂലാണ് മാതൃക, യാത്ര ചെയ്യുന്നതാണെങ്കിലും റസൂലാണ് മാതൃക, നോമ്പ് നോക്കുന്നതാണെങ്കിലും റസൂലാണ് മാതൃക, വിദ്യാഭ്യാസം അക്കാര്യത്തിലാണെങ്കിലും റസൂലാണ് മാതൃക. ഈ ഫുഡിൻ്റെ അതല്ലെങ്കിൽ ഫുഡ് ഫെസ്റ്റിവൽ പോലെ നമ്മുടെ നാടുകളിൽ പരന്ന് കിടക്കുന്ന അതല്ലെങ്കിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു സംഗതിയുണ്ട്. അത് ഏകദേശം ഇത് തന്നെയാണ്. നൈറ്റ് വൈബ് എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത്. നൈറ്റ് വൈബ്. നോമ്പ് കാലത്തും അല്ലാത്ത കാലത്തും കൗമാരക്കാരായ യുവാക്കളും അതുപോലെ തന്നെ യുവതികളും 20 വയസ്സിന് താഴെയുള്ളവരും എല്ലാം ചേർന്നുകൊണ്ട് ഏതെങ്കിലും ചെറിയ ചെറിയ ചായമക്കാനികളുടെ അടുത്ത് ഒരുമിച്ച് കൂടുകയും വെറുതെ സംസാരിക്കുക, എന്നിട്ട് ചായ കുടിക്കുക, ഇടയ്ക്കൊരു സ്മോക്ക്, ഇങ്ങനെ ചെയ്യുന്ന ചില പരിപാടികളുണ്ട്. അതിൻ്റെ പേരാണ് നൈറ്റ് വൈബ്. ഈ സംഗതി ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ എന്താണ്, ഏത് സമയത്താണിത്? ഇതേ സമയം തന്നെ, രാത്രി 1 മണി,
2 മണി 3 മണി 4 മണി 5 മണി ഇങ്ങനെ നൈറ്റ് വൈബ് എന്ന പേരിൽ കുട്ടികൾ വല്ലാതെ ആഘോഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദികൾ രക്ഷിതാക്കളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു ട്രെൻഡുണ്ട്. ചില ആളുകൾ യൂട്യൂബ് വീഡിയോവുമായി ഇങ്ങ് വരും. ഓരോ സ്ഥലത്തെ ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് അമേസിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ യൂട്യൂബ് വീഡിയോസുകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. എന്നിട്ട് ആ ഫുഡ് കഴിപ്പിക്കലാണ് ഇവരുടെ ലക്ഷ്യം. ഇത് നമ്മുടെ നാടുകളിൽ കുറേ കാലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ നമ്മൾ ഇത്തരം ഭക്ഷണത്തിൻ്റെ പിന്നാലെ പോകുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഭക്ഷണം, ഹലാലായ ഭക്ഷണം നമുക്ക് കഴിക്കാം. പക്ഷേ അതിൻ്റെ പിന്നിൽ ചെന്ന് ഈ മരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഇതിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു രീതി, അത് ശരിയല്ല. കാരണം അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യം അത് നമ്മളുടേതാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഭക്ഷണം ഒരാളിൽ കൂടി വരികയാണെങ്കിൽ കൃത്യമായി അള്ളാഹുവിനെ സ്മരിക്കാൻ പോലും സാധ്യമല്ല എന്നാണ് നമുക്ക് പണ്ഡിതന്മാരുടെ, അല്ലെങ്കിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കോട്ടിങ്ങിൽ നിന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, മൻ കസുറ അക്ലു, ഒരാൾ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്, വല്ലാതെ തിന്നൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഹോബി. ലം യജിദ് ലിദിക്രില്ലാഹി ലദ്ദ, പിന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ ആനന്ദം ഒന്നും ഉണ്ടാവില്ല, ഒരു പ്ലഷർ ഒന്നും ഉണ്ടാവില്ല. ഭക്ഷണം വല്ലാതെ കൂടുമ്പോൾ ദൈവസ്മരണക്ക് വലിയ ഒരു സന്തോഷം, അതിനൊരു വലിയ ഒരു ഇൻട്രസ്റ്റ് ഒന്നും കാണാൻ സാധ്യമല്ല എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വർത്തമാനകാല സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന, ഇപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഗസ ഇന്ന് ഈ സന്ദർഭത്തിൽ ഒരുപാട് ആളുകളെ, നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ വിഭാഗം. അത്തരമൊരു വിഭാഗത്തിൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായ ചില നിഴൽ യുദ്ധങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ തഫഖദു അൽ മുൽസിക്, ചെക്ക് ദ ലേബൽ, ലേബൽ ചെക്ക് ചെയ്യാം. നമ്മളിലേക്ക് വരുന്ന ഈത്തപ്പഴവും മറ്റൊക്കെ ഇതൊക്കെ ഇസ്രായേൽ ട്രേഡ് മാർക്ക് ഉള്ളതാണോ എന്ന് പരിശോധിച്ച് അതിനെ നമുക്ക് മുഖാത്തഅത്ത് മൻതുജാത്ത് അൽ ഇസ്രായേൽ, ഇസ്രായേൽ പ്രൊഡക്റ്റുകൾ നമുക്ക് ബോയ്ക്കോട്ട് ചെയ്യാം. അങ്ങനെയുള്ള ചില നിഴൽ യുദ്ധങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളിൽ നിന്ന് അനിവാര്യമാണ്. നമ്മളത് ചിന്തിച്ച് ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ പല ലേബലുകൾ, ഇസ്രായേൽ ലേബൽ വരും, അതുപോലെ തന്നെ അൽവഖഫ അൽ ഗർബിയ്യ, വെസ്റ്റ് ബാങ്ക് എന്നുള്ള ട്രേഡ് മാർക്കിൽ വരും. ഇങ്ങനെ പല രീതിയിലും പല പേരുകളിലും ഓരോ ഇസ്രായേൽ പ്രൊഡക്റ്റുകൾ നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത്തരം പ്രൊഡക്റ്റുകളെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ചും പരാമർശിക്കാതെ വയ്യ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഭാവം, അവസാനത്തെ 10 കഴിഞ്ഞാൽ കാന യഅ്തഖിഫ് ഫിൽ അശ്റിൽ അവാഖിർ, അവസാനത്തെ 10 റസൂൽ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു മിൻ റമളാൻ ഹത്താ തവഫാഹുല്ലാഹ്, റസൂൽ വഫാത്താകുന്നത് വരെ. റസൂൽ വഫാത്തായതിനു ശേഷം സുമ്മ ഇഅ്തഖഫ അസ്വാജുഹു മിൻ ബഅദി, റസൂലിൻ്റെ ഭാര്യമാർ അത് കണ്ടിന്യൂ ചെയ്തു എന്നാണ് ഹദീസിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ റസൂല് വഫാത്തായിട്ട് പിന്നെ വേറെ ആരും നിർവഹിച്ചിട്ടില്ല എന്നല്ല, വഫാത്തായിട്ട് വീണ്ടും ഭാര്യമാർ അതിനെ തുടർന്നു പോന്നു എന്ന ഹദീസിൽ വളരെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം തുടക്കത്തിൽ സൂചിപ്പിച്ചത് തന്നെയാണ്. ആയിഷ, ആയിഷ ബീബി ഒരിക്കൽ റസൂലിനോട് ചോദിച്ചല്ലയോ റസൂലേ, ഈ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിന് കൂടുതൽ സാധ്യത, അങ്ങനെ ലൈലത്തുൽ ഖദർ വരാൻ സാധ്യതയുള്ള ഒരു ദിവസത്തിൽ ഞാൻ സാക്ഷിയാവുകയാണെങ്കിൽ ഞാൻ എന്താണ് പറയേണ്ടത്? അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറഞ്ഞു, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയാൻ ആയിഷ ബീവിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹുവിനോട് അഫ്വിനെ തേടിക്കൊണ്ടിരിക്കണം. അതുപോലെ ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്, സ്വതക്ക നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത മഹത്തായ കർമ്മം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന അജ്വദൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്നു. നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഏറ്റവും വലിയ ഒരു സാധ്യത അത് ഈ പള്ളിയുടെ സാധ്യതയാണ്. നമ്മളിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ സാധ്യതയാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിരന്തരം പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. അപ്പോൾ നമ്മൾ എത്രയാണെങ്കിലും
കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നൽകിയതിനേക്കാൾ കൂടുതൽ നമ്മൾ നൽകുക എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ഹദീത്തിൽ ആ 2 വാക്കുകൾ കൂടി അണ്ടർലൈൻ ചെയ്യണം. അതെന്താണ്? ഈമാനൻ വഹ്തിസാബ. ഇത് കൊടുക്കുമ്പോൾ 500ന്റെ നോട്ട് ഇടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത് വേണം. ഈമാനൻ വഹ്തിസാബ. അല്ലെങ്കിൽ 100ന്റെ നോട്ട് ഇടുമ്പോൾ അത് വേണം. ഇത് വെറുതെ 2 സംഖ്യകൾ പറഞ്ഞ ഒരാൾക്ക് എത്രയും ആവാം, ഇഷ്ടമുള്ളതാവാം. ചിലരങ്ങനെയല്ല. ചിലർ ബദരീങ്ങളുടെ ഷഫാഅത്ത് കിട്ടണമെങ്കിൽ 5000 രൂപ ഇടണം എന്നാണ് പറയുന്നത്. 5000 രൂപ ഇട്ട് പ്രാർത്ഥിച്ചാൽ ബദരീങ്ങളുടെ ഷഫാഅത്ത് കിട്ടും. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ അങ്ങനെയല്ല സംഗതി. മറിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഈമാനോടുകൂടി അതുപോലെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നാഥാ നാളെ ഖബറിൽ വെക്കുന്ന സന്ദർഭത്തിൽ ആ ഇരുട്ടിൽ എനിക്ക് വെളിച്ചമാകണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി നമുക്ക് ചെയ്യാം. അതിന് ഈ പള്ളിക്കുള്ള ഇന്നത്തെ കളക്ഷൻ നല്ലൊരു വിജയമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങൾ അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. കൂടുതൽ നന്മകൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുണ്ട്, അവരുടെ കബറിടം അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, ആശുപത്രിയിലുള്ളവരുണ്ട്, വീടുകളിൽ കിടക്കുന്നവരുണ്ട്, പള്ളിയിൽ വരാതെ കഴിയുന്നവർ അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും അവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെയും അവരെയും അള്ളാഹു ഈമാൻ നിലനിർത്തി ദീർഘായുസ്സും ആഫിയത്തോടു കൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൂടുതൽ കാലം ജീവിക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും അവർക്കും നമുക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി ഫയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ബല്ലിഗ്നാ ലൈലത്തൽ ഖദർ. അല്ലാഹുമ്മ ബല്ലിഗ്നാ ലൈലത്തൽ ഖദർ. അല്ലാഹുമ്മ ബല്ലിഗ്നാ ലൈലത്തൽ ഖദർ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم انصرنا وانصر المسلمين في فلسطين. اللهم انصرنا وانصر إخواننا في فلسطين. اللهم انصرنا وانصر إخواننا في فلسطين يا رب العالمين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.